നമസ്കാരം. മറുനാടൻ ടി വിയുടെ പ്രത്യേക തെരഞ്ഞെടുപ്പ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് മാസം 12-ാം തീയതി വെള്ളിയാഴ്ച 2021. ഞാൻ ഷാജൻ സ്കറിയ. ജീത്തു ജോസഫിൻ്റെ സിനിമ പോലെ ട്വിസ്റ്റുകൾ നിറഞ്ഞതാവുകയാണ് തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി നിർണയം. ഇടതുപക്ഷം എല്ലാ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞെങ്കിലും UDFും BJPയും ഒരു മണ്ഡലത്തിൽ പോലും ഇതുവരെ പ്രഖ്യാപനം നടത്തിയിട്ടില്ല. സിറ്റിംഗ് MLAമാർ അങ്ങനെ തന്നെ തുടരും എന്ന് പറയുന്നത് കൊണ്ട് 3 മണ്ഡലങ്ങളിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. ബാക്കി എല്ലാ മണ്ഡലങ്ങളിലും ആരൊക്കെയാവും എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല എന്ന് മാത്രമല്ല, ഓരോ ദിവസവും പറഞ്ഞു കേൾക്കുന്നത് വ്യത്യസ്തമായ പേരുകളാണ്. BJP ഭയത്താൽ നേമത്ത് ഉമ്മൻചാണ്ടി തന്നെ മത്സരിക്കണം എന്ന വാദത്തിന് ശക്തി കൂടുന്നു. ഉമ്മൻചാണ്ടിയോ K മുരളീധരനോ മത്സരിക്കും എന്ന് ഉറപ്പായപ്പോൾ വേണമെങ്കിൽ താനും മത്സരിക്കാം എന്ന് പറഞ്ഞ് ആ വാദത്തിന് മൂർച്ച കൂട്ടുകയാണ് രമേശ് ചെന്നിത്തല. ശരത് ചന്ദ്ര പ്രസാദ്, വർക്കല കഹാർ, MA വാഹിദ്, MM ഹസൻ, തമ്പാനൂർ രവി, പാലോട് രവി തുടങ്ങിയ പഴയ പടക്കുതിരകൾ എല്ലാം വെട്ടിയൊതുക്കപ്പെട്ടു എന്നത് മാത്രമാണ് ഇതുവരെ തിരുവനന്തപുരംകാർക്ക് ആശ്വസിക്കാൻ കിട്ടിയിരിക്കുന്ന ഏകവാക്ക്. പകരം ആരൊക്കെ എത്തും എന്നറിയാനുള്ള കാത്തിരിപ്പാണ്. നെടുമങ്ങാട്ടോ വർക്കലയിലോ BRM ഷഫീർ സ്ഥാനാർത്ഥിയാവും എന്നത് മാത്രമാണ് ഇതുവരെ വ്യക്തമായ സൂചനയായി പുറത്തു വന്നത്. ബാക്കി ഓരോ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥി നിർണയം എങ്ങനെയാണ് എന്ന് കാത്തിരിക്കുകയാണ് BJPക്കാരും. BJPക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ള ജില്ലയാണ് തിരുവനന്തപുരം. നേമവും തിരുവനന്തപുരവും വട്ടിയൂർക്കാവും കഴക്കൂട്ടവും അവർ വിജയപ്രതീക്ഷ പുലർത്തുന്നു. എന്നാൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായ ശേഷം മാത്രം സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാനാണ് BJP ശ്രമിക്കുന്നത്. അവർ രംഗത്തിറക്കാൻ ഉദ്ദേശിച്ചിരുന്ന പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളൊക്കെ കളം വിട്ടത് നിരാശയുണ്ടാക്കുന്നു. സുരേഷ് ഗോപിയും സുരേന്ദ്രനും മുരളീധരനും ശ്രീധരനും തിരുവനന്തപുരത്തില്ല എന്നതാണ് BJPയെ കുഴക്കുന്നത്. ഉമ്മൻചാണ്ടി നേമത്ത് വന്നാൽ കുമ്മനത്തെ അവിടെ നിന്ന് മാറ്റി വട്ടിയൂർക്കാവിൽ പരീക്ഷിക്കാനാണ് ഇരിക്കുന്നത്. ഇന്നോ നാളെയോ അന്തിമ പ്രഖ്യാപനം വരുമെന്നിരിക്കെ BJPയും കോൺഗ്രസും ട്വിസ്റ്റുകളിലൂടെ മുൻപോട്ട് പോകുന്നു. താരതമ്യേന പ്രശ്നങ്ങൾ കുറഞ്ഞ രാഷ്ട്രീയ പാർട്ടികളിൽ ഒന്നാണ് CPI. സീറ്റ് നിർണയം അതുകൊണ്ട് തന്നെ അവർ നേരത്തെ നടത്തി. 2 തവണ ജയിച്ചവരെ മാറ്റി നിർത്തണം എന്ന പിടിവാശിയിൽ ജനകീയനായ സുനിൽകുമാർ അടക്കമുള്ളവർക്ക് മാറി നിൽക്കേണ്ടി വന്നു. എന്നിട്ടും കാഞ്ഞങ്ങാട് മന്ത്രി ചന്ദ്രശേഖരൻ എന്തുകൊണ്ട് മത്സരിക്കുന്നു എന്ന ചോദ്യം സംസ്ഥാനത്തൊട്ടാകെയുള്ള CPIക്കാർ ഉയർത്തുകയാണ്. ആ ചോദ്യം കാഞ്ഞങ്ങാട്ട് CPIക്ക് ചില്ലറ കുഴപ്പമൊന്നുമല്ല ഉണ്ടാക്കിയത്. ഇന്നലെ വൈകുന്നേരം കാഞ്ഞങ്ങാട് ടൗൺ ഹാളിൽ നടന്ന ചന്ദ്രശേഖരൻ്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ പരിപാടിയുടെ സ്വാഗത പ്രസംഗകൻ ആവേണ്ടിയിരുന്ന കൺവീനറെ പരിപാടിയുടെ സമയത്ത് കാണാതെ പോയതാണ് ചർച്ചയാകുന്നത്. സ്വാഗത പ്രസംഗകനെ വേദിയിൽ തിരഞ്ഞ നേതാക്കന്മാർ അറിയുന്നത് തൊട്ടടുത്തുള്ള ഒരു തട്ടുകടയിൽ ഇരുന്നു കൊണ്ട് ബെങ്കുളം കുഞ്ഞികൃഷ്ണൻ എന്ന CPIയുടെ സംസ്ഥാന കൗൺസിൽ അംഗം കൂടിയായ കർഷക നേതാവ് ചായ കുടിക്കുന്ന വിവരമാണ്. നേതാക്കന്മാർ ഓടിച്ചെന്ന് കാലിൽ പിടിച്ച് വേദിയിലേക്ക് കൊണ്ടുപോയപ്പോൾ വിതുമ്പലിൻ്റെ വക്കൽ വരെ എത്തിയ ബെങ്കുളം ഞാൻ ഒന്നും പറയുന്നില്ല എന്ന് പറഞ്ഞ് മനസ്സില്ല മനസ്സോടെയാണ് പരിപാടിയിൽ പങ്കെടുത്തത്. എന്താ സഖാവെ ഇവിടെ ഇരിക്കുന്നത് എന്ന് ചോദിച്ചവരോട് ഞാൻ കൺവീനർ പദവി ഒഴിഞ്ഞു എന്നായിരുന്നു ആദ്യത്തെ വാദം. ചന്ദ്രശേഖരൻ ഒഴിയുമെന്നും പകരം ബെങ്കുളം കുഞ്ഞികൃഷ്ണൻ സ്ഥാനാർത്ഥിയാവുമെന്നുമായിരുന്നു അവിടുത്തെ സഖാക്കൾ കരുതിയിരുന്നത്. അതിൽ ട്വിസ്റ്റ് വന്നപ്പോഴാണ് സ്വാഗത പ്രസംഗകൻ തട്ടുകടയിലേക്ക് സ്ഥലം മാറിയത്. പതിവായി നേരിയ ഭൂരിപക്ഷത്തിന് LDF തോറ്റുകൊണ്ടിരിക്കുന്ന പിറവം ജോസ് കെ മാണി വിഭാഗത്തിന് കിട്ടിയപ്പോൾ അപ്രതീക്ഷിതമായ സ്ഥാനാർത്ഥിയാണ് ഉണ്ടായത്. ഡോക്ടർ സിന്ധുമോൾ ജേക്കബ് ഇടത് സഹയാത്രികയും CPM അംഗവുമായിരുന്നു. എന്നാൽ നേരത്തെ മുതൽ തന്നെ ജോസ് കെ മാണി സിന്ധുമോളിൽ കണ്ണുവെച്ചിരുന്നു. പിറവത്തെ യാക്കോബായ വിഭാഗത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥി എന്നത് തന്നെയാണ് ആദ്യത്തെ ഘടകം. കെട്ടിച്ചയച്ചിരിക്കുന്നത് ഉഴവൂരിലെ ക്നാനായ കുടുംബത്തിലേക്കും.
അതുകൊണ്ട് തന്നെ ഒരേ സമയത്തെ ക്നാനായ വോട്ടുകളെയും യാക്കോബായ വോട്ടുകളെയും തൃപ്തിപ്പെടുത്താൻ കഴിയുന്ന സ്ഥാനാർത്ഥിയായി സിന്ധുമോൾ വിശേഷിപ്പിക്കപ്പെടുന്നു. സ്ഥാനാർത്ഥി എന്ന നിലയിലുള്ള അറിവും പക്വതയും ഭരണപരിചയവും ഒക്കെ സിന്ധുമോൾക്ക് മുതൽക്കൂട്ടാവുകയാണ്. കേരള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായതുകൊണ്ട് പേരിന് CPM പുറത്താക്കിയെങ്കിലും പാർട്ടി അണികൾ ആവേശത്തോടു കൂടിയാണ് സിന്ധുമോളെ സ്ഥാനാർത്ഥിയായി സ്വീകരിച്ചിരിക്കുന്നത്. സ്വന്തം കുടുംബത്തിൽ പോലും എതിർപ്പ് നേരിടുന്ന അനൂപ് ജേക്കബിനെ തറ പറ്റിക്കാൻ ഡോക്ടർ സിന്ധുമോൾക്ക് കഴിയും എന്ന വിശ്വാസമാണ് ഇടത് കേന്ദ്രങ്ങളിലുള്ളത്. പിറവത്തെ ഇക്കുറി TM ജേക്കബിൻ്റെ മകൻ അനൂപ് ജേക്കബിനെ മലർത്തിയടിച്ച് സിന്ധു ജേക്കബ് വിജയിച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ല. മതവും ജാതിയും മാത്രമല്ല, രാഷ്ട്രീയവും ഇക്കുറി സിന്ധുമോൾക്ക് അനുകൂലമാണ്. കേരളത്തിലെ ഏറ്റവും വിലയേറിയ മണ്ഡലമായി നേമം മാറുകയാണ്. കഴിഞ്ഞ തവണ അപ്രതീക്ഷിതമായി BJP ജയിച്ചതോടെ ഇക്കുറി തുടർ വിജയം ഉറപ്പാക്കാൻ കുമ്മനം രാജശേഖരനെ മുൻകൂട്ടി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതോടെ എങ്ങനെയും BJPയെ നേരിടുന്നതിനുള്ള ക്രെഡിറ്റ് അടിച്ചു മാറ്റുന്നതിനുള്ള നീക്കത്തിലാണ് ഇടതു വലതു മുന്നണികൾ. ശിവൻകുട്ടിയെ തന്നെ സ്ഥാനാർത്ഥിയാക്കി തോൽപ്പിക്കും എന്ന വാശിയിൽ മുൻപോട്ട് പോകുന്ന CPMന് മറുപടിയായി ഏറ്റവും മുതിർന്ന ഒരു നേതാവിനെ നേമത്ത് മത്സരിപ്പിക്കാനാണ് കോൺഗ്രസ് തീരുമാനം. അത് ഉമ്മൻചാണ്ടി തന്നെയാവും എന്ന സൂചന പുറത്തു വരുന്നു. എന്നാൽ താൻ നേമത്ത് മത്സരിച്ചാൽ തൻ്റെ മകൻ ചാണ്ടിയുമ്മന് പുതുപ്പള്ളി നൽകണം എന്ന് ഉമ്മൻചാണ്ടി ആവശ്യപ്പെട്ടതായാണ് സൂചന. അതിനു മുൻപ് K മുരളീധരനെ സജീവമായി പരിഗണിച്ചിരുന്നെങ്കിലും താൻ മത്സരിച്ചാൽ തന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പരിഗണിക്കണമെന്ന് മുരളീധരൻ ആവശ്യപ്പെട്ടതോടെ അതൊഴിയുകയായിരുന്നു. താൻ എന്തായാലും മത്സരിക്കുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും താനും തയ്യാറാണ് എന്നാണ് രമേശ് ചെന്നിത്തല പുറത്തു പറയുന്നത്. ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും മുരളീധരനും അടക്കമുള്ള പ്രമുഖ നേതാക്കന്മാരെ പരിഗണിക്കുന്നതോടെ BJP അവരുടെ A+ മണ്ഡലമായി കരുതുന്ന വട്ടിയൂർക്കാവിലും തിരുവനന്തപുരത്തും കഴക്കൂട്ടത്തും പോലും UDFന് അനുകൂലമായ സാഹചര്യമുണ്ടാവുമെന്ന് വിലയിരുത്തപ്പെടുന്നു. ഇങ്ങനെ നേമം മണ്ഡലം ചർച്ചയാവുന്നതോടെ BJPക്കും പ്രതീക്ഷയുണ്ട്. അവസാന നിമിഷം ഉമ്മൻചാണ്ടിയും മുരളീധരനും അടക്കമുള്ള നേതാക്കന്മാർ പിന്മാറുകയും MM ഹസനോ വർക്കല കഹാറോ ഒക്കെ മത്സരിക്കുകയും ചെയ്താൽ BJP മുൻകൂട്ടി തന്നെ വിജയം പ്രഖ്യാപിക്കും എന്നാണ് റിപ്പോർട്ടുകൾ. BJP ഭയത്താൽ കോൺഗ്രസിൻ്റെ പ്രമുഖന്മാർ പോലും പിന്മാറിയ മണ്ഡലം എന്ന നിലയിൽ BJP മുതലെടുപ്പിന് ശ്രമം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും കോൺഗ്രസിൻ്റെ പ്രഖ്യാപനം വരെ കാത്തിരിക്കുകയാണ് BJP നേതൃത്വം. അസോസിയേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റിഫോംസ് എന്ന സംഘടന 2016 മുതൽ 5 വർഷത്തെ ഇന്ത്യയിലെ ചാഞ്ചാട്ടങ്ങളുടെ കണക്കെടുത്തപ്പോൾ ഞെട്ടിവിറച്ചത് കോൺഗ്രസ്സാണ്. ആകെ 405 MLAമാർ ഈ കാലയളവിൽ സ്വന്തം രാഷ്ട്രീയ പാർട്ടി ഉപേക്ഷിച്ച് മറുകണ്ഠം ചാടി. അങ്ങനെ ചാടിയ 170 MLAമാരും കോൺഗ്രസ്സുകാരാണ്. ഇവരിൽ മഹാഭൂരിപക്ഷവും ചേർന്നിരിക്കുന്നത് BJPയിൽ. BJPക്കാവട്ടെ ഈ 5 വർഷക്കാലം ആകെ നഷ്ടമായിരിക്കുന്നത് 18 പേരെ മാത്രമാണ്. അതേസമയം വിവിധ പാർട്ടികളിൽ നിന്നും BJPയിലേക്ക് ചേക്കേറിയവരുടെ എണ്ണം 182. 170 പേർ നഷ്ടപ്പെട്ടെങ്കിലും കോൺഗ്രസിനും ലഭിച്ചിട്ടുണ്ട് 38 MLAമാരെ. വിവിധ പാർട്ടികളിൽ നിന്നും കോൺഗ്രസിലേക്കും ഈ കാലയളവിൽ ഇങ്ങനെയൊരു ചാട്ടമുണ്ടായി. CPMൽ നിന്ന് 5 പേരും CPIയിൽ നിന്ന് ഒരാളുമാണ് ചാടിപ്പോയത്. ഈ പാർട്ടികൾക്ക് ഇങ്ങനെ കുറവുണ്ടായത് ആ പാർട്ടികളുടെ മെച്ചമല്ല, അവർക്കധികം MLAമാർ ഇല്ലാത്തതാണ്. 5 വർഷം മുൻപ് തന്നെ CPMനെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള ശക്തി കേന്ദ്രങ്ങളെല്ലാം നഷ്ടപ്പെട്ടിരുന്നു. കോൺഗ്രസിൽ നിന്നും ഏറ്റവും കൂടുതൽ കൂടുമാറ്റമുണ്ടായ രണ്ടാമത്തെ പാർട്ടി TRS ആണ്. TRSലേക്ക് 25 കോൺഗ്രസ് MLAമാരാണ് കൂടുമാറിയത്. 2019 തെരഞ്ഞെടുപ്പിന് മുൻപ് 5 BJP MPമാർ പാർട്ടി വിട്ടുപോയി.